സിനിമ കാണാൻ പോകുന്നത് ദൃശ്യം 3 പോയിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അങ്ങനെ ദൃശ്യം 3 കണ്ടിറങ്ങിയായിരുന്നു. പടം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളി. എൻ്റെ അഭിപ്രായത്തില്ല, എല്ലാവരും അഭിപ്രായം അടിപൊളി തന്നെ. കാരണം അവിടെ കണ്ടവർക്കും കൂടെ കാണാൻ വന്നവർക്കും ഒരുപാട് റിവ്യൂ പറയാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ വീഡിയോ പിടിക്കാത്തതാണ് മനഃപൂർവ്വം. പടം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ തരുന്നുണ്ട്. അടുത്ത് ദൃശ്യം 4 അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ അടുത്ത് എന്താ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തരുന്നുണ്ട് തീരുമ്പോൾ. അതുകൊണ്ട് ദൃശ്യം 3 അടിപൊളിയാണ്, പോയി കാണുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അടിപൊളിയായിരിക്കണം. കാരണം ഇത് തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഇതിൻ്റെ കറക്റ്റ് ക്വാളിറ്റിയും കറക്റ്റ് അതും മനസ്സിലാവത്തുള്ളൂ. പിന്നെ ജിത്തു ജോസഫിന് ഒരു സല്യൂട്ട്, സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഓക്കെ, എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ ലാലേട്ടനെ പറയേണ്ട കാര്യമില്ലല്ലോ, ലാലേട്ടൻ തകർത്തു, അടിപൊളി. കാരണം ഒരു ഫാമിലി അടിപൊളി. നമ്മുടെ ആ ദൃശ്യം 2 പോലെ തന്നെ 3 അതിൻ്റെ ശേഷം വേറൊരു രീതി പോലെ അതുപോലെയായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അപ്പം കഥ വേറെ ലെവലിൽ പോകുന്നില്ല, അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ തരുന്നുണ്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ചിലപ്പോൾ ദൃശ്യം 4 വേണ്ടി ആയിരിക്കാം സംഭവം. അടിപൊളി. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ.